ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാനായിട്ടുള്ള ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയില്ല കേട്ടോ. ഞാൻ ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹെയർ ഒക്കെ സെറ്റാക്കി സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് അതുപോലെ ഡാർക്ക് സർക്കിൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. എൻ്റെ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, ഭയങ്കര ഡാർക്കാണ് ലിപ്സ്. നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ലിപ് ബാം ഇട്ടതുകൊണ്ടാണ് കാണാത്ത. മാമാ എർത്തിൻ്റെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഫേസിൽ നിറയെ പിമ്പിൾസ് ആണ്. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസ് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പം ഞാൻ ചെയ്യുന്ന നോർമലി ഒരു മേക്കപ്പാണ്. നമ്മുടെ ബ്ലർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് എടുത്തേക്കുന്നത്. ഞാൻ ആദ്യമേ പറയാട്ടെ, ഞാനൊരു പ്രൊഫഷണലി എനിക്കറിയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. എങ്ങനെയോ ഓരോ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് കണ്ട് ആരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. 2015 ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് ട്രിപ്പൊക്കെ പോയി ഒന്ന് കൂടിയത് നമ്മുടെ 10th. LKG മുതൽ 10th വരെ കൂടി ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. അവളുടെയാണ് കല്യാണം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാവൽ പരിപാടീസാണ്. അവൾ ഇത്രയും നേരത്തെ കല്യാണം കഴിക്കുന്നേ വിചാരിച്ചില്ല കേട്ടോ. നേരത്തെ ഒന്നല്ല, 2025 എന്ന് പറയുമ്പോൾ ഞങ്ങൾ 25 years old ആണ്. ഞങ്ങളൊക്കെ 2K kids ആണല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിന് ഭയങ്കര സന്തോഷത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അതിനുള്ള റെഡിയാവൽ പരിപാടികളാണ്. പ്രൈമർ സെറ്റാക്കിയതിന് ശേഷം ഞാൻ NYBയുടെ ഗോൾഡ് ടച്ച് വരുന്ന ഒരു സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇടുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി ഇട്ടിട്ട് കൊളായി പോയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിഭീകരമായിട്ട് ഞാൻ ഈ സ്ട്രോബ് ക്രീം ഒന്നും ഇടുന്നില്ല, പ്രത്യേകിച്ച് നെറ്റിയിൽ. ഫേസിൽ എല്ലായിടത്തും ഒരു ചെറിയ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫേസ് ഇച്ചിരി ഒരു ഗ്ലോ കൈൻഡ് ഓഫ് ആണ്. കാരണം ഈ ഓയിലി സ്കിൻകാർക്കൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഓയിൽ പ്രൊഡക്ഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു ഗ്ലോ ഉള്ള പോലെ എൻ്റെ ഫേസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാ സ്റ്റെപ്പും ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി പോവാണ് കേട്ടോ. ഇത് നമ്മുടെ മേബിളിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. ഇത് ആദ്യം എനിക്ക് സെറ്റായി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്. ഞാനിപ്പോൾ കൺസീലർ യൂസ് ചെയ്യാറില്ല, പകരം ഈ ഫൗണ്ടേഷനാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, എന്തിപ്പോൾ പറയുക. ഇപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടുകളൊക്കെ നന്നായിട്ട് മറക്കിട്ടോ. എന്നാൽ ഭയങ്കരമായിട്ട് ഒരു കേക്ക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ സാധാരണഗതിയിൽ ഈ പാടുകളുള്ള സ്ഥലത്താണ് കണ്ടോ, ആ ഫേസിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇച്ചിരി ഡാർക്ക് കളറുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്യാറ്. പക്ഷേ ഉറക്കം ശരിയാകത്തുണ്ട്, എൻ്റെ കണ്ണ് ഭയങ്കര സീനാണല്ലോ. അപ്പോൾ ഞാൻ കണ്ണുമ്മലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ നെറ്റി വിട്ടില്ലെങ്കിൽ അത് ഇച്ചിരി ഒരു കളർ ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തിരി നെറ്റിമ്മലും ഇട്ടു, കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ നെക്ക് പോർഷനിലും ലൈറ്റായിട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യലാണ് മെയിൻ പരിപാടി. ഞാൻ ഈ 2 സ്പോഞ്ച് വെച്ചിട്ടാണ്, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പം ചില ദിവസങ്ങളിൽ ഒരു മൂഡ് പോലെ ഇരിക്കും, ഈ ബ്രഷൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്ന സ്റ്റോറി, നമ്മൾ 10th വരെ ഒരുമിച്ചാണല്ലോ പഠിച്ചത്. നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും. ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ. ഫേസൊക്കെ നല്ലോണം സെറ്റായില്ല. ഇപ്പം അത്യാവശ്യം ഞാൻ ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് കളറുള്ള സാധനമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയില്ലേ. അപ്പം നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അത്. സജന എന്ന് പറയുമ്പം ഡാൻസിൽ അടിപൊളിയാണ്, പഠിക്കാനും വലിയ കുഴപ്പമില്ല. അതുപോലെ പടം വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എക്സ്ട്രീംലി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സകലകലാവല്ലഭ്യാണ് സജന. അങ്ങനെ ഫൈനലി അവളുടെ എന്താ പറയുക സോൾ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചേക്കാണ്. അപ്പോൾ തലേദിവസം കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം റിസപ്ഷനായിരുന്നു. അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. അവളുടെ ലുക്കും മേക്കപ്പും എല്ലാം അടിപൊളിയാണ്. ചെറിയൊരു ഗ്ലിംസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും. അപ്പം മേക്കപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെയുള്ള പരിപാടികൾ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന കാരണമാണ് ഞാനങ്ങനെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഐബ്രോ കിറ്റ് മേടിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഐ ഷാഡോയിലുള്ള ഷെയ്ഡ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഐബ്രോസ് നമ്മുടെ ഫേസസ് കാനഡയുടെ ഐബ്രോ ഡിഫൈനർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഈ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഏതോ ഒരു കാർട്ടൂൺ ഉണ്ട്, അങ്ങനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് തോന്നുമെങ്കിലും എല്ലാ മേക്കപ്പ് കഴിയുമ്പോൾ കുറച്ചുകൂടി സെറ്റ് ആവും കേട്ടോ. ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷേ ടൈം ഇല്ലാത്ത കാരണം എങ്ങനെയാണോ ഹെയർ അതുപോലെ തന്നെ ലൂസ് ഹെയർ ആയിട്ടിട്ടു. പിന്നെ ഇച്ചിരി സിറം ഒന്ന് തേച്ചിട്ടുണ്ടായിരുന്നു, സിറം ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇനി കൂടുതൽ ഞാനിനി സംസാരിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വിപുലമായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ ഇത് ഫ്ലോപ്പായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഈ രാവിലത്തെ ലുക്കിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴേക്കും വേഗം ഞാൻ റെഡി ആയിട്ട് പോയിട്ടോ. അപ്പോൾ രാവിലത്തെ തന്നെ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സൊക്കെ ഞാൻ എടുത്തിരുന്നു. ഇതേ സെയിം കളറിലുള്ള സാൻഡിൽസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസപ്ഷൻ്റെ ലുക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഫേസ് സെയിം തന്നെയാണ്, ജസ്റ്റ് പൊട്ട് മാത്രമാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു സബ്സ്ക്രൈബ്, ഷെയർ, കോമെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.